हिन्दुरक्षा ममादीक्षा. നമസ്തേ. നിർണായകമായ ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ ഗുരുവായൂരിൽ കണ്ട കാഴ്ച സത്യത്തിൽ അമ്പരപ്പിച്ചു. കഷ്ടം, ഇവർക്കൊന്നും പൗരബോധമോ സാമാന്യബോധമോ ഒന്നുമില്ലെന്നുണ്ടോ? കേരളമാകെ നിർണായകമായി വിധി എഴുതുമ്പോൾ ഗുരുവായൂരിൽ അതേ സമയത്തു തന്നെ ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനും പ്രസാദ ഊട്ടിനുമായി വരി നിൽക്കുന്നു. ഇവരെല്ലാം ഹിന്ദുക്കളല്ലേ? വരി നിൽക്കുന്നവരിൽ 98% പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ളവരും. അത്ഭുതമെന്ന് പറയാതെ വയ്യ. 99% പേരുടെ ഇടത് വിരലിലും വോട്ടിന്റെ അടയാളമായ മഷി തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അവരൊന്നും വോട്ട് ചെയ്തില്ല എന്ന് മനസ്സിലാക്കാം. ഇതിൽ 90% പേരും വൈകിട്ടോ പിറ്റേന്നോ മാത്രം തിരിച്ചു പോകുന്നവരുമാണ്. ഇവർക്കൊന്നും വോട്ട് ചെയ്യാൻ എന്തായാലും കഴിയില്ലെന്നുറപ്പാണ്. ഈ വോട്ട് ദിനത്തിൽ മറ്റു മതക്കാർ പള്ളിയിൽ പോയി അവരുടെ സ്ഥാനാർത്ഥികൾക്കായി പ്രാർത്ഥിച്ച് ഈ കനത്ത ചൂടിലും മണിക്കൂറുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹിന്ദുക്കളായവർ ദർശനത്തിനും പ്രസാദ ഊട്ടിനും മണിക്കൂറുകൾ വരി നിൽക്കുന്നു. 5 വർഷത്തെ വിധിയെഴുത്താണ് കേരളത്തിലും നടക്കുന്നതെങ്കിലും ഈ ഭക്തർക്കൊന്നും വിധിയും അറിയില്ല, ചതിയും അറിയില്ല. ഹിന്ദുവിന് ഇതാണ് വിധി, ഇതാണ് ഗതി. സത്യം പറഞ്ഞാൽ വരുത്തി വെക്കുന്ന അധോഗതി, അതായത് എക്കാലവും ചരമഗതി തന്നെ. വോട്ട് നഷ്ടമാകാതിരിക്കാൻ മറ്റു മതസ്ഥർ നിരവധി പേർ ഈ യുദ്ധകാലത്തും 50,000 രൂപയ്ക്ക് മുകളിൽ പോലും തുക ചെലവാക്കി വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് കൂട്ടമായി കേരളത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുന്നു. ഹിന്ദുക്കളോ അവരുടെ ക്ഷേത്രത്തിലെ കട്ടള പൊളിച്ച് സ്വർണം കട്ടാലും വെള്ളി കട്ടാലും പണം കട്ടാലും വിഗ്രഹം തന്നെ അടിച്ചു മാറ്റിയാലും ഇതൊന്നും ശ്രദ്ധിക്കാതെ കോവർ കഴുതുകളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം പണം ഭഗവാന് നേരിട്ട് നൽകുന്ന ഭാവത്തിൽ നിരീശ്വരവാദികൾക്കും കാട്ടുകള്ളന്മാർക്കും കട്ടുമുടിക്കാനായി ഭണ്ഡാരത്തിലാക്കാനും പാൽപായസം ഷീട്ടാക്കാനും തുലാഭാരം നടത്താതിനുമായി ഇവർ വേണമെങ്കിൽ ദിവസങ്ങളോളം ജലപാനവും പ്രാഥമിക കാര്യങ്ങൾ പോലും ഒഴിവാക്കി സെക്യൂരിറ്റിക്കാരുടെ തെറുകേട്ടാലും അച്ചടക്കത്തോടെ വരി നിൽക്കുന്നു. കഷ്ടം. ഇതിന്റെ പേരാണോ പരമഭക്തി? ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി. ആദ്യമായി വോട്ടവകാശം ലഭിച്ചിട്ടുള്ള മക്കളെ കൂടി നിർണായക ദിനത്തിൽ ഭക്തരായ ഈ മാതാപിതാക്കൾ നിർബന്ധിച്ച് കന്നിവോട്ട് പോലും ചെയ്യാൻ വിടാതെ ഭക്തി പഠിപ്പിക്കാനെന്ന മട്ടിൽ വരി നിർത്തിയിരിക്കുന്നു. ഇത്രയും മണ്ടത്തരം ഇവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ശിരോവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീകളും അച്ഛന്മാരും മെത്രാന്മാരും സഭ മത നേതാക്കളും സാധാരണക്കാരായ ക്രിസ്ത്യൻ ഭക്തരും ഭക്തിയില്ലാത്ത ക്രിസ്ത്യാനികളും വിരലിൽ എണ്ണാവുന്നവരും മാത്രം ഭാവിയിലെ നേട്ടങ്ങൾക്കായി കഷ്ടപ്പെട്ടും നിരനിരയായി നിർണായകമായ വോട്ട് ചെയ്യുന്നു. മുസ്ലിം പണ്ഡിതരും തങ്ങൾമാരും ഉസ്താദുമാരും തട്ടവും പർദ്ദയും തൊപ്പിയുമിട്ടവരും അല്ലാത്ത മുസ്ലിങ്ങളും ഒരെണ്ണം പോലും വിട്ടുപോകാതെ ചിട്ടയായി വരി നിന്ന് വോട്ട് കുത്തുമ്പോൾ മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും തുടങ്ങിയ നടീനടന്മാരും സഞ്ജു സാംസൺ തുടങ്ങിയ കായിക താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖരെല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഈ വോട്ട് ദിനത്തിൽ ഗുരുവായൂർ, ചോറ്റാനിക്കര, മൂകാംബിക, ഉടുപ്പി, മുരുടേശ്വർ, തിരുപ്പതി, കൊടുങ്ങല്ലൂർ, പറശ്ശിനിക്കടവ്, കാടാമ്പുഴ, ആറ്റുകാൽ എന്തിനേറെ കാശിയിലും അയോധ്യയിലും വൃന്ദാവനത്തിലുമെല്ലാം ഇത്തരക്കാർ ഭക്തിമൂത്ത് പൗരബോധം മറന്ന് വരി നിൽക്കുന്നു. ഇതും മറ്റൊരു മതസ്ഥരും അനുഷ്ഠിക്കാത്ത ഒരു തരം ഭക്തിയാണത്രേ. ഇവരൊക്കെ എക്കാലവും ഭിക്ഷക്കാരെ പോലെ വരിയിൽ നിർത്തി ചട്ടം പഠിപ്പിക്കാൻ മറ്റുള്ളവർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇവരെ നയിക്കുന്നത് സാമാന്യ ബോധമില്ലാത്ത മറ്റെന്തോ ആണെന്ന് തോന്നുന്നു. 18 അധ്യായമുള്ള ഭഗവത്ഗീതയിലെ ഭക്തിയോഗം മാത്രം പറിച്ചെടുത്ത കക്ഷത്ത് വെച്ച് നടക്കുന്നവർ കർമ്മയോഗം ഉൾപ്പെടെയുള്ള മറ്റ് അധ്യായങ്ങൾ എന്തെങ്കിലും വായിക്കുമോ? വായിച്ചാൽ ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ പകർത്തുമോ? അതോ താറാവിൻ കൂട്ടത്തെ പോലെ മാൻകൂട്ടങ്ങളെ പോലെ കാട്ടുപോത്തായി കാട്ടുപന്നിയായി ക്രൂരമൃഗങ്ങൾക്ക് ഇറച്ചിക്കായി പിടിച്ചു തിന്നാനുള്ള മൃഗക്കൂട്ടങ്ങളായി കാലം കഴിക്കണോ? ഇവർക്കായി ശബരിമലയിലും മറ്റും അടിയും കുത്തും കേസും വാങ്ങിയവർ പമ്പര വിഡ്ഢികളായില്ലേ? അറവുമാടുകളെപ്പോലെ ജീവിക്കുമ്പോൾ കേരളത്തിൽ മാറാടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. മേൽപ്പറഞ്ഞ രീതിയിൽ ഭക്തി മൂത്തവർക്ക് കണ്ണു കാണില്ല. പരിസരത്ത് ഭൂകമ്പമുണ്ടായാലും അറിയില്ലത്രേ. ഒരു തമാശ പറയാം, എന്നിട്ട് ഇവർ തന്നെ ഹിന്ദുക്കൾക്ക് ഐക്യമില്ലെന്ന് പറഞ്ഞ് കൂകി വിളിക്കും, മുതലക്കണ്ണീരൊഴുക്കും. ഇതിനെ കാപട്യമെന്നല്ലാതെ വേറെ എന്ത് പേരിടും? അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാതെ എക്കാലത്തും കടന്നുപോയ വണ്ടിക്ക് കൈ കാണിക്കുന്ന ഒരു വർഗമായി നമ്മൾ അധപതിക്കുന്നു. മറ്റു ചിലർ കുടുംബസമേതം കൂട്ടുകാരെയും കൂട്ടി വിനോദയാത്രയിലാണത്രേ. ഇനിയും ചിലർ ഈ ദിവസം തന്നെ വിവാഹം നിശ്ചയിച്ച് ബന്ധുക്കൾക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റാതാക്കുന്നു. വോട്ടിന് പോയി പൂർണ്ണമായും കല്യാണത്തിന് കൂടിയില്ലെങ്കിൽ ബന്ധങ്ങൾ തകരുമല്ലോ. ഏത് മതക്കാരനാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് വിഭാഗക്കാരനും ആയിക്കൊള്ളട്ടെ,
ഇന്ത്യൻ പൗരനാണെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യേണ്ടത് മിനിമം കടമയായി കണക്കാക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളില്ലെങ്കിൽ നോട്ടയ്ക്കെങ്കിലും വോട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കാമല്ലോ. നാട്ടിലുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവർക്ക് ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങളും നൽകേണ്ടതില്ലല്ലോ. ഇവർക്ക് മതം മാത്രം മതിയെങ്കിൽ ഗ്യാസ്, പെട്രോൾ, വൈദ്യുതി, മെഡിക്കൽ സൗകര്യം, റോഡ്, റേഷൻ, മൊബൈൽ, ഇന്റർനെറ്റ്, ആധാർ, കുടിവെള്ളം, ശമ്പളം, ക്ഷേമ പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയവയൊന്നും നൽകേണ്ടതില്ലല്ലോ. ഹിന്ദു രക്ഷാ